ഫിലിം സൊസൈറ്റീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസിക് ചലച്ചിത്രമേളയിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്ന ചിത്രം വിക്ടോറിയ DCKയുടെ പ്രഖ്യാത ചലച്ചിത്രമായ ബൈസിക്കിൾ തീവ്സ് ആണ്. ലൂയി ബർട്ടലോനി അതേ പേരിൽ എഴുതിയിട്ടുള്ള ഒരു നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രചിക്കപ്പെട്ട ആ സിനിമ ഇനി ഒരു മുഖവുര ആവശ്യമില്ലാത്ത വിധം ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾ അത്രമേൽ തവണ കാണുകയും ഒരു പാഠപുസ്തകം എന്നതുപോലെ ചലച്ചിത്ര പഠിതാക്കളായാലും ചലച്ചിത്രത്തിന്റെ ആവിഷ്കാര മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരായാലും കലാകാരികളായാലും എല്ലാം തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ചിത്രമാണ്. ഇറ്റാലിയൻ നവ റിയലിസ്റ്റ് സിനിമ മുന്നേറ്റത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു പാഠപുസ്തകം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പാഠകൃതി എന്നുള്ള നിലയിൽ തന്നെ സ്വീകരിക്കപ്പെട്ടുള്ള ഒരു ചലച്ചിത്ര സൃഷ്ടിയാണ് ബൈസിക്കിൾ തീവ്സ്. ഒരുപാട് നിരൂപകരുടെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ളതുപോലെ ഒരുപക്ഷെ സൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്ന ആഗോള ചലച്ചിത്ര മാസിക 1952 അന്ന് നിലവിലുണ്ടായിരുന്ന ലോകത്തെ മികച്ച ചലച്ചിത്ര പ്രവർത്തകരുടെയും ചലച്ചിത്ര വിമർശകരുടെയും നിരൂപകരുടെയും എല്ലാം അഭിപ്രായം മുൻനിർത്തിക്കൊണ്ട് ലോകത്തെ എക്കാലത്തെയും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തിയ, തീർച്ചയായിട്ടും അതൊരു അതിശയോക്തി വാചകമല്ല, ലോകത്തെ ഏറ്റവും മികച്ച എക്കാലത്തെയും ചലച്ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും നമ്മുടെ മനസ്സിൽ ബൈസിക്കിൾ തീവ്സ് നിൽക്കുന്നു. അതിനകത്തെ തൊഴിലും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അന്വേഷിക്കുന്ന പിതാവായ ആന്റോണിയോ റിച്ചിയും അദ്ദേഹത്തിന്റെ സ്നേഹസമ്പന്നനും കുസൃതി കൊടുക്കയുമായ, അതേസമയത്ത് മുതിർന്ന മനുഷ്യരുടെ ജീവിതത്തിലെ താളങ്ങളും താളക്കേടുകളുമെല്ലാം തിരിച്ചറിയുന്ന മിടുക്കനായ കുട്ടി, നമ്മുടെ എല്ലാം ഹൃദയം കവർന്ന ബ്രൂണോ, അതുപോലെ തന്നെ അവരുടെ ആ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പോരാട്ടം എന്നതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അക്കാലത്തെ ഇറ്റലിയിലെ ഒരു ശരാശരി കുടുംബത്തിന്റെ എല്ലാ ജീവിത സംഘർഷങ്ങളുടെയും ദൈന്യതകളെയും തന്റെ മുഖത്ത് പേറി നിൽക്കുന്ന മരിയ റിച്ചി തുടങ്ങിയ കഥാപാത്രങ്ങൾ നാം ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്തവയാണ്. അക്ഷരാർത്ഥത്തിൽ എല്ലാ കാലത്തേക്കും ഈ ലോകത്തുണ്ടാക്കപ്പെട്ടിട്ടുള്ളതും ഉണ്ടാക്കപ്പെടാനിരിക്കുന്നതുമായ മുഴുവൻ ചലച്ചിത്രങ്ങളെയും എടുത്താൽ അവയിൽ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ബൈസിക്കിൾ തീവ്സ് എന്നത് ഒരു അതിശയോക്തി വാക്യമല്ല തന്നെ. 2 ലോകയുദ്ധങ്ങളും ഫാസിസ്റ്റ് വാഴ്ചയുമെല്ലാം ആന്തരികമായ ചൈതന്യവും ജീവിത ഭദ്രതയുടെ അടിവേരും തകർത്ത ഇറ്റലിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം നടക്കുന്നത്. നമുക്കറിയാം, വ്യവസായ ആധുനികതയുടെയും അത് സൃഷ്ടിച്ച പ്രബുദ്ധത ലോകത്തിന്റെയും ആധാരശിലകളിൽ പലതും ലോകത്തിന് സംഭാവന ചെയ്ത ഒരു സമൂഹമായിരുന്നു ഇറ്റലി. ആ ഇറ്റലി തന്നെയാണ് ഏറ്റവും വിദ്വേഷപരമായ അപരത്വത്തെ സൃഷ്ടിച്ച ഫാഷിസ്റ്റ് ഭരണകൂടത്തെയും നെഞ്ചേറ്റു വാങ്ങേണ്ടി വന്നത്. അങ്ങനെ ലോകയുദ്ധങ്ങളും ഫാഷിസവും എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ ഇറ്റലിയുടെ പശ്ചാത്തലത്തിൽ തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ തന്റെ തൊഴിലിനു വേണ്ടി സൈക്കിളുമായി പോവുകയും ആ സൈക്കിൾ മോഷണം പോവുകയും ചെയ്യുന്നതിന്റെ ആ പ്രമേയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇങ്ങനെ കളവ് പോയ സൈക്കിൾ തന്റെ തൊഴിലിടത്തിൽ വെച്ച് പോസ്റ്റർ ഒട്ടിക്കുന്ന തനിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടിയ ജോലി തുടരണമെങ്കിൽ ആ സൈക്കിൾ വേണമെന്നുള്ളതാണ് അവസ്ഥ. അങ്ങനെ കിടക്കവിരികൾ പണയമായി കൊടുത്ത് നേരത്തെ പണയത്തിലായി പോയ സൈക്കിൾ അവർ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സൈക്കിളാണ് ജോലിക്ക് പോയി ഏറെ പ്രതീക്ഷയോടുകൂടി പോയ ജോലിയുടെ ആദ്യ ദിവസം തന്നെ സൈക്കിൾ മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. ആ സൈക്കിൾ തിരികെ കിട്ടാനുള്ള ആന്റോണിയോ റിച്ചിയുടെ ശ്രമങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പകലും ഒരു രാത്രിയുമാണ് ഈ സിനിമയുടെ മുഴുവനായ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ സ്വാഭാവികമായ, ഏറ്റവും തന്മയത്വത്തോടുകൂടി ആ ജീവിത സ്വാഭാവികതകളെ മുഴുവൻ അവതരിപ്പിക്കുന്ന, അഭിനയത്തിലോ പ്രമേയ പരിചരണത്തിലോ ചിത്രീകരണത്തിലോ ഒരു തരത്തിലുമുള്ള ഒരുപക്ഷെ അക്കാലത്ത്
ഏറ്റവും പ്രബലമായി നിന്ന അതിശയോക്തിവൽക്കരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഏറ്റവും തന്മയത്വത്തോടുകൂടി സ്വാഭാവികമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ചലച്ചിത്ര സങ്കേതമായതുകൊണ്ടുകൂടെയാണ് നാം അതിനെ നവ റിയലിസ്റ്റ് സിനിമ അല്ലെങ്കിൽ ന്യൂ റിയലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയെല്ലാമുള്ള ഈ സിനിമയുടെ വളരെ റിയലിസ്റ്റിക് ആയ ആർക്കും ബോധ്യമാവുന്ന ഒരു പാഠം ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ ഇതിനകത്തെ ധാരാളം വായിക്കപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഞാനിവിടെ പറയണമെന്ന് വിചാരിക്കുന്നില്ല. പേരുള്ള മേൽവിലാസമുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ല, ഈ സിനിമയിൽ ആൾക്കൂട്ടം മറ്റൊരു വലിയ കഥാപാത്രമായി നിൽക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ വളരെ വിപരീത ദിശയിലുള്ള പലവിധ സ്വഭാവങ്ങളും നാം ഈ സിനിമയിൽ ദർശിക്കുന്നുണ്ട്. ആൾക്കൂട്ടം ഏതാണ്ട് അന്റോണിയോ റിച്ചിയെ പോലെ തന്നെ തൊഴിലന്വേഷകരും ഭാഗ്യാന്വേഷകരുമായ നൂറുകണക്കായ മനുഷ്യർ ഒത്തുചേരുന്ന നഗരങ്ങളിലെ തെരുവുകളിലെ ഈ ആൾക്കൂട്ടം ചില സന്ദർഭങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി പെരുമാറുകയും ചില സന്ദർഭങ്ങളിൽ അതിന് നേരെ വിരുദ്ധമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നതും നാം ഈ സിനിമയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ദിശാബോധമോ ഇച്ഛയോ തിരിച്ചറിവുകളോ ഒന്നുമുള്ള രീതിയിലല്ല, ആ സന്ദർഭത്തിൽ പ്രബലമായി തോന്നുന്ന ആശയങ്ങൾക്ക് പുറകിൽ വന്ധ്യമായി നിൽക്കുന്ന ഈ ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പലവിധ വിചാരണകളും ബലപ്രയോഗങ്ങളും എല്ലാം മനോഹരമായി ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇത്തരം വിചാരണകളും ബലപ്രയോഗങ്ങളും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമകാലത്തും വളരെ പ്രസക്തമായ ഒട്ടേറെ അനുഭവങ്ങൾ ആ അർത്ഥത്തിൽ ഈ ചിത്രത്തിലുണ്ട്. സൈബർ ലോകത്തെല്ലാം തന്നെ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച്, ആൾക്കൂട്ടം ആക്രമണത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഇന്നും നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രബലമെന്ന് അപ്പോൾ തോന്നാവുന്ന, മേൽക്കൈ നേടുന്ന ഒരു വ്യവസ്ഥാപിത ആശയത്തിന്റെ പിറകിൽ ആയിരക്കണക്കിന് മനുഷ്യർ വന്നു നിന്ന് ഒറ്റതിരിഞ്ഞ ആളുകളെ ആക്രമിക്കുന്ന ശീലം നേരത്തെ തെരുവുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൈബർ ഇടങ്ങളിൽ പോലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത്തരം ഒരു ആൾക്കൂട്ട ആക്രമണത്തിന്റെ നിരവധി സന്ദർഭങ്ങൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. തനിക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ ധാരാളിത്തം, താൻ അനുഭവിക്കുന്ന നിരാശയെയും അപകർഷതയെയും വല്ലാതെ പെരുപ്പിക്കുന്ന ഒന്നായിട്ട് അന്റോണിയോ റിച്ചി അനുഭവിക്കുന്നുണ്ട്. തന്റെ സൈക്കിൾ നഷ്ടപ്പെട്ട് തന്റെ സൈക്കിളും അന്വേഷിച്ചു പോകുന്ന അന്റോണിയോ റിച്ചിയുടെ മുമ്പിൽ പാർക്ക് ചെയ്തതായിട്ടും ആളുകൾ ചവിട്ടിപ്പോകുന്നതായിട്ടും ആയിരക്കണക്കായ സൈക്കിളുകളുടെ കാഴ്ചയുടെ പ്രളയം അദ്ദേഹം അനുഭവിക്കുന്ന നിസ്സഹായതയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതും നാം ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ സിനിമയിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന, പ്രത്യേകിച്ച് കലയുടെയോ സാഹിത്യത്തിന്റെയോ നിഗൂഢമോ ധ്വനിപാഠങ്ങളോ ആയ ഒന്നുമില്ലാതെ തന്നെ ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യം എങ്ങനെയാണ് മനുഷ്യരെ മതത്തിന്റെയും അത്തരത്തിലുള്ള വിധി വിശ്വാസത്തിന്റെയും എല്ലാം വഴികളിലൂടെ ബലം പ്രയോഗിച്ച് നടത്തുന്നത് എന്നതിന്റെ തെളിവായിട്ട് കൈനോട്ടക്കാരെയൊക്കെ ഈ സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. കൈനോട്ടക്കാരുടെ അടുത്ത് ഭാര്യ ചെന്ന് ഭാഗ്യാന്വേഷണം നടത്തുമ്പോൾ അതിനെ വിമർശിക്കുന്ന അന്റോണിയോ റിച്ചി ഒടുവിൽ അതേ ആളുടെ അടുത്ത് ചെന്ന് തന്റെ സൈക്കിൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു രംഗം ഈ ചിത്രത്തിൽ ഉണ്ട്. എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇത്തരത്തിലുള്ള മനുഷ്യനെ മയക്കുന്ന ഇത്തരം മതവ്യാപാരങ്ങളുടെ, ആത്മീയ വ്യാപാരികളുടെ അടിമകളാക്കി മനുഷ്യരെ മാറ്റി തീർക്കുന്നത് എന്നത് ആ ദൃശ്യം നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെ വളരെ പ്രത്യക്ഷമായി തന്റെ ജീവിത ദുരിതങ്ങൾക്ക് പ്രതിസന്ധി തേടിയുള്ള പരിഹാരം തേടിയുള്ള അന്വേഷണമായി അന്റോണിയോ റിച്ചിയുടെ യാത്ര അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു അർത്ഥത്തിൽ മാറുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ സിനിമയുടെ ഈ അന്വേഷണങ്ങൾക്ക്, സൈക്കിളിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്ക് ആ ഒരു അർത്ഥം തലം മാത്രമല്ല ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തൊഴിൽ നിലനിർത്തുന്നതിന് വേണ്ടി സൈക്കിൾ അന്വേഷിച്ചു പോകുന്ന, ജീവിത ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ഭാഗ്യം അന്വേഷിച്ചു പോകുന്ന ഒരാൾ മാത്രമല്ല അന്റോണിയോ റിച്ചി. സൂക്ഷ്മമായി ആലോചിച്ചാൽ ഭൗതിക ജീവിതം സ്വസ്ഥമെന്ന് വിചാരിക്കുന്ന, പ്രത്യക്ഷമായ ജീവിതത്തിന്റെ അളവുകോലുകൾ വെച്ച് സ്വസ്ഥവും സമാധാനപരവും സുഖകരവുമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ മനുഷ്യരും എന്തോ ചില കാര്യങ്ങളുടെ അന്വേഷണത്തിലാണ് എന്നതാണ് ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം. വളരെ പ്രസിദ്ധമായ മുല്ല നസറുദ്ദീന്റെ ഒരു കഥയോർത്താൽ, തന്റെ വീട്ടുമുറ്റത്ത് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മുല്ല നസറുദ്ദീനോട്
ഒരു വഴിപോക്കൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മുല്ല അന്വേഷിക്കുന്നത് എന്ന്. ഞാനൊരു സൂചി തിരയുകയാണ് എന്ന് മുല്ല പറയും. ഒരു സൂചി പോയതിനാണോ നിങ്ങൾ ഇങ്ങനെ അന്വേഷണം നടന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അത് വെറും സൂചിയല്ല, അത് മനോഹരമായ ഒരു സ്വർണത്തിന്റെ വളരെയേറെ വിലപിടിപ്പുള്ള സൂചിയാണ്. ഈ അന്വേഷിച്ചയാളും മുല്ലയുടെ കൂടെ സൂചി അന്വേഷണത്തിന് വേണ്ടി മെനക്കെടുന്നുണ്ട്. ഏതാണ്ട് കുറച്ചു സമയമാകുമ്പോഴേക്കും ആ വഴിയെ പോയ ആളുകളെല്ലാം, മുല്ലയെ സ്നേഹിക്കുന്ന ഒട്ടേറെ മനുഷ്യർ ആ മുറ്റം മുഴുവൻ സൂചി തിരഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരാൾ ചോദിച്ചു, ഈ മുറ്റത്തിന് എവിടെയും അങ്ങനെ ഒരു സൂചി വീണതായിട്ട് തോന്നുന്നില്ല, അത്രയേറെ മനുഷ്യർ തിരയുന്നുണ്ട്, ശരിക്കും ആലോചിച്ചു നോക്കുമില്ല, നിങ്ങൾ എവിടെയാണ് ഈ സൂചി കളഞ്ഞത് എന്ന്. മുല്ല പറയുന്ന മറുപടി, അകത്തെ ഒരു മുറിയിലാണ് സൂചി കളഞ്ഞു പോയത് എന്നാണ്. ആളുകൾക്ക് ദേഷ്യം വരും, നിങ്ങൾ ആളെ കളിയാക്കുകയാണ്, ഇത്രയും സമയം വെയിലുകൊണ്ട് ഞങ്ങൾ ഇവിടെ മുഴുവൻ സൂചി തിരയുമ്പോൾ താങ്കൾ അകത്താണ് സൂചി നഷ്ടപ്പെട്ടതെന്ന് ആദ്യമേ പറയാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അകത്ത് കുരാക്കുരി ഇരുട്ടായതുകൊണ്ടാണ് പുറത്തു വന്ന് തിരയുന്നത്, ഇവിടെ ആവുമ്പോൾ വെളിച്ചമുണ്ടല്ലോ എന്നായിരുന്നു മുല്ലയുടെ മറുപടി. ഏതാണ്ട് അതേപോലെ അകത്ത് നഷ്ടപ്പെട്ടു പോയ വെളിച്ചത്തെ, ആന്തരിക ചൈതന്യത്തെ, അകത്ത് നഷ്ടപ്പെട്ടു പോയ മനസമാധാനത്തെ, അകത്ത് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിന്റെ സ്വർണ്ണ സൂചികളെ പുറത്തു തിരഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പലപ്പോഴും തന്റെ ആന്തരികമായ ചോദനകളിൽ, ആന്തരികമായ അനുഭൂതികളിൽ, ആന്തരികമായി താൻ വളർത്തിയെടുക്കേണ്ടുന്ന ആത്മവിശ്വാസത്തിൽ ഈ സമാധാനത്തിന്റെ സ്വർണ്ണ സൂചിയുണ്ട് എന്ന് ഓർക്കാറില്ല. അങ്ങനെ സൈക്കിൾ ലഭിച്ചിട്ടല്ല ഈ സിനിമ അവസാനിക്കുന്നത്. നേരെ മറിച്ച് സൈക്കിൾ അന്വേഷണത്തിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന, ഇടയ്ക്ക് തനിക്ക് ബാധ്യതയാണെന്ന് തോന്നിയിട്ട് വളരെ പരുഷമായി പെരുമാറുകയും അതിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന തന്റെ മകനെ കൂടുതൽ ചേർത്തു നിർത്തി, തന്നെ പോലെ തന്നെ നിസ്വരും നിരാലംബരുമായ അനേകായിരം മനുഷ്യർ ഈ ലോകത്ത് ഉണ്ട് എന്ന വിവേകത്തോടുകൂടി ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു പോകുന്ന അന്റോണിയോ റിച്ചിയിലാണ് ചലച്ചിത്രം അവസാനിക്കുന്നത്. സൂക്ഷ്മമായി നിങ്ങൾ നോക്കിയാൽ അതുവരെ സൈക്കിൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഹതാശനായ, നിരാശനായ, എന്തു ചെയ്യണമെന്നറിയാത്ത അന്റോണിയോ റിച്ചിയല്ല സിനിമ അവസാനം നമുക്ക് കാണിച്ചു തരുന്നത്. അല്പം ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തോടുകൂടി തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ താൻ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ട് ആ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന, അതിൽ ലയിച്ചു ചേരുന്ന അന്റോണിയോ റിച്ചിയാണ്. ഈ സിനിമയ്ക്ക് വളരെ പ്രത്യക്ഷമായി നമ്മുടെ സാമ്പത്തിക, സാമൂഹിക, തൊഴിൽ ജീവിതവുമായി ബന്ധപ്പെടുന്ന, രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു പാരായണമുള്ളതുപോലെ തന്നെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹം, സമാധാനം, സന്തോഷം തുടങ്ങിയ ക്രിയാത്മകമായ മാനുഷിക വികാരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും അന്വേഷണങ്ങളുടെ ഒരു പാഠം കൂടി ഈ സിനിമ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മാറിയ ഒരു കാലത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ പലതരത്തിൽ വായിക്കപ്പെടുന്നത് കൊണ്ട് കൂടിയാവണം ഇത്തരത്തിലുള്ള ഓരോ ക്ലാസിക് സിനിമകളും അത് ഉണ്ടായ കാലത്തെ മാത്രമല്ല സർവ്വകാലങ്ങളെയും അതിജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധാപൂർവമായ ഒരു വീക്ഷണത്തിനും വിശകലനത്തിനുമായി ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ലോക ക്ലാസിക് ചലച്ചിത്രമേളയിൽ ഇന്ന് ബൈസിക്കിൾ തീവ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി.